ജനുവരി 26 റിപ്പബ്ലിക് ഡേ. എല്ലാവരും പ്ലാൻ ചെയ്തിട്ടുണ്ടാവും നല്ല ചിക്കൻ ബിരിയാണി, കുറച്ചുറക്കം, വൈകുന്നേരം ഒരു സിനിമ. പക്ഷെ നമ്മുടെ വീട്ടിലെ ആ 5 വയസ്സ് കുഞ്ഞ് വന്നിട്ട് ചോദിക്കുകയാണ്, അമ്മേ എന്തിനാ നാളെ കൊടി ഉയർത്തുന്നത്, പായസം കുടിക്കാൻ മാത്രമാണോ എന്ന്. അവനോട് നമ്മൾ ഭരണഘടന നിലവിൽ വന്ന ദിവസം എന്നൊക്കെ പറഞ്ഞാൽ അവൻ വായും പൊളിച്ചു നിൽക്കും. ആ കുഞ്ഞിന് റിപ്പബ്ലിക് ദിനം എങ്ങനെ മനസ്സിലാക്കി കൊടുക്കാം, ഒപ്പം അവനെ എങ്ങനെ ഒരു പവർഫുൾ സിറ്റിസൺ ആക്കാം, ഇതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. മോനെ, നമ്മുടെ വീട്ടിൽ കുറച്ച് നിയമങ്ങളില്ലേ? ആഹാരം കഴിക്കുന്നതിന് മുമ്പേ കൈ കഴുകണം, കളിച്ചു കഴിഞ്ഞാൽ കളിപ്പാട്ടങ്ങൾ അടുക്കി വെക്കണം. എന്തിനാ ഈ നിയമങ്ങൾ? എല്ലാവർക്കും സന്തോഷമായിട്ടിരിക്കാൻ. അതുപോലെ നമ്മുടെ വലിയ ഇന്ത്യ എന്ന വീടിനും കുറച്ച് നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളുടെ പുസ്തകം, റൂൾ ബുക്ക് ഒപ്പിട്ട ദിവസമാണ് റിപ്പബ്ലിക് ഡേ. ഇത് ലളിതമാക്കാൻ വീട്ടിലൊരു കാര്യം ചെയ്യാം. ഇന്ന് നിനക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് തിരഞ്ഞെടുക്കാം, പക്ഷേ അത് വൃത്തിയുള്ളതാകണം എന്ന് പറയുക. ഇവിടെ നമ്മൾ അവന് സ്വാതന്ത്ര്യം കൊടുത്തു, ഒപ്പം റെസ്പോൺസിബിലിറ്റി. ഫ്രീഡം വിത്ത് റെസ്പോൺസിബിലിറ്റി. ഇതാണ് ഡെമോക്രസിയുടെ ഏറ്റവും ചെറിയ പാഠം. ടിവിയിൽ കുറെ ചേട്ടന്മാർ മാർച്ച് പാസ്റ്റ് നടത്തുന്നത് കണ്ടിട്ടില്ലേ? ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന് പറഞ്ഞ്. അതെന്തിനാണെന്ന് അറിയാമോ? അത് ദില്ലിയിലെ റെഡ് ഫോർട്ടിലാണ് നടക്കുന്നത്. നമ്മുടെ ഇന്ത്യ എത്ര സ്ട്രോങ് ആണെന്ന് കാണിക്കാനാണ് ആ പരേഡ്. അവിടെ വലിയ ടാങ്കറുകളും പ്ലെയിൻസും ഒക്കെ വരും. നമ്മളെല്ലാവരും ഒന്നാണെന്ന് കാണിക്കാനാണ് ആ വലിയ ആഘോഷം നടത്തുന്നത്. നാളെ ടിവിയിൽ ഇതൊക്കെ കാണിച്ചു കൊടുക്കുമ്പോൾ കുട്ടികളോട് പറയണം, ഇത് വെറും ഒരു ഷോ അല്ല, നമ്മുടെ ഇന്ത്യ എത്ര സ്ട്രോങ് ആണെന്ന് കാണിക്കാനാണ്. മോണ്ടിസറി സ്കൂളുകളിൽ കുട്ടികളെ ഗ്രൂപ്പായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പഠിപ്പിക്കാറുണ്ട്. പരേഡിൽ എല്ലാവരും ഒരേ താളത്തിൽ സിങ്ക് ആയിട്ട് ചുവട് വെക്കുന്നത് കണ്ടാൽ ഒത്തൊരുമയുടെ ജോലി ചെയ്താൽ കിട്ടുന്ന ആ ഒരു പവർ എന്താണെന്ന് അവർക്ക് പെട്ടെന്ന് മനസ്സിലാകും. നമ്മുടെ റിയൽ ലൈഫ് ഹീറോസ് കുട്ടികൾക്ക് നറൂട്ടയിലെ നിഞ്ചയും ഡ്രാഗൺ ബോൾ സിയിലെ ഗോക്കുവിനെയും ഒക്കെ വലിയ ഇഷ്ടമായിരിക്കും. അമ്മ, എനിക്കും ഗോക്കുവിനെ പോലെ പവർ വേണം എന്നവർ പറയും. അവരോട് നമുക്ക് പറയാം, നമ്മുടെ ഇന്ത്യയിൽ അവരെക്കാൾ പവർഫുൾ ആയ 2 റിയൽ സൂപ്പർ ഹീറോസ് ഉണ്ടെന്ന്. ഫസ്റ്റ് വൺ, സോൾജിയേഴ്സ്. ഇവർ നമ്മുടെ നിഞ്ചകളെ പോലെയാണ്. കാശ്മീരിലെ കൊടും തണുപ്പിലും ബോർഡറിലുമൊക്കെ ഉറങ്ങാതെ കാവൽ നിന്ന് മഞ്ഞും മഴയും ഒക്കെ കൊണ്ട് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യും. എനിമീസ് വന്നാൽ ഫൈറ്റ് ചെയ്ത് നമ്മളെ രക്ഷപ്പെടുത്തും. അവരുള്ളത് കൊണ്ടാണ് നമുക്ക് സമാധാനമായി ഉറങ്ങാൻ പറ്റുന്നത്. രണ്ടാമത്, ഫാമേഴ്സ്, കിസാൻ. മോൻ കഴിക്കുന്ന പൊതിച്ചോറും ആപ്പിളും അമ്മ ഉണ്ടാക്കുന്ന ഫുഡിനുള്ള റോ മെറ്റീരിയൽസ് അല്ലേ, അതെല്ലാം ഇവരാണ് വളർത്തുന്നത്. മണ്ണിലിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് എല്ലാം ടേക്ക് കെയർ ചെയ്ത് ആ കർഷകരാണ് നമുക്ക് ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നത്. അവർ ഇല്ലെങ്കിൽ ഈ ലോകത്ത് ആർക്കും ജീവിക്കാനാവില്ല. ജയ് ജവാൻ ജയ് കിസാൻ എന്ന് വിളിക്കുമ്പോൾ ആ ഒരു ബഹുമാനം അവരുടെ ഉള്ളിൽ വരണം. ആഹാരം വേസ്റ്റ് ആക്കരുതെന്ന് കർഷകനോടുള്ള സ്നേഹമാണെന്നും മോണ്ടിസറി രീതിയിൽ നമുക്ക് അവരെ പഠിപ്പിക്കാം. മരിയ മോണ്ടിസറി പറഞ്ഞൊരു കാര്യമുണ്ട്, കുട്ടികളെ നമ്മൾ ലോകത്തെ സ്നേഹിക്കാൻ പഠിപ്പിച്ചു കൊടുത്താൽ പിന്നെ ഇവിടെ യുദ്ധങ്ങൾ ഉണ്ടാവില്ല എന്ന്. റിപ്പബ്ലിക് ദിനത്തിൽ നമുക്ക് കുട്ടികളെ ചിലത് കൂടി പഠിപ്പിക്കാം. റെസ്പെക്ട് ഫോർ അതേഴ്സ്. പരേഡിൽ പല സംസ്ഥാനത്തുള്ള ആൾക്കാർ വരുന്നത് കണ്ടില്ലേ? എല്ലാവരും വ്യത്യസ്തരാണ്, പക്ഷെ എല്ലാവരും ഒന്നാണ്. രണ്ടാമത്, സിവിക് സെൻസ്. വഴിയിൽ മിഠായി പൊതി ഇടാതിരിക്കുക, പ്ലാസ്റ്റിക് വലിച്ചെറിയാതിരിക്കുക, രാജ്യത്തോടുള്ള സ്നേഹമാണെന്ന് പറഞ്ഞു കൊടുക്കുക. തേർഡ്, സോഷ്യൽ ഗ്രേസ്. ഒരാളെ കാണുമ്പോൾ ചിരിക്കുക, താങ്ക് യു പറയുക. ഇതൊക്കെ ഒരു നല്ല സിറ്റിസൺ ആകാനുള്ള ആദ്യ പടികളാണ്. അപ്പോൾ ഈ 76ാം റിപ്പബ്ലിക് ദിനം വെറും ഒരു അവധി ദിവസമാക്കരുത്. നമ്മുടെ കുട്ടികളെ നല്ല മനുഷ്യരായി വളർത്താൻ നമുക്ക് കിട്ടിയ ഒരു ചാൻസ് ആണിത്. നിങ്ങൾ കുട്ടികളെ ഇഷ്ടപ്പെടുന്ന ഒരാളാണോ? എങ്കിൽ വെറും ഒരു ടീച്ചർ അല്ല, മറിച്ച് വരും തലമുറയുടെ സ്വഭാവ രൂപീകരണം തന്നെ മാറ്റിയെടുക്കുന്ന ഒരു ക്രിയേറ്റർ ആകാൻ നിങ്ങൾക്ക് സാധിക്കും. നമ്മുടെ കുഞ്ഞുങ്ങൾ നാളത്തെ ഇന്ത്യയുടെ വെളിച്ചമാണ്. അവരെ നമുക്ക് ഒന്നിച്ച് വളർത്താം. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ റിപ്പബ്ലിക് ദിനാശംസകൾ. ജയ് ഹിന്ദ്.